സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ആഹാരം എന്ന് പറയുമ്പോൾ. ഇന്ന് നമ്മൾ ഒരു ചീമച്ചക്ക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പറയുന്നത്, കടച്ചക്ക എന്നോ. ഇപ്പോൾ ചീമച്ചക്ക, കടച്ചക്ക എന്നുള്ള കാര്യങ്ങളൊക്കെ പല നാട്ടിൽ പല പേരിലാണ്. ഏറോടെ ഒരു 100 ഗ്രാമിൽ 100 കാലറീസ് ഉള്ളൂ. സോ അത്രയ്ക്ക് ഹൈ കാലറി സാധനമൊന്നുമല്ല ചീമച്ചക്ക. അത് എണ്ണ ഒരു തുള്ളി ഒഴിക്കാതാണ് ഈ ചീമച്ചക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും വലിയ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ. അതും പിന്നെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ സാമ്പാർ, രാവിലത്തേക്കും ആ സാമ്പാറായിരുന്നു, ഉച്ചത്തേക്കും സാമ്പാറായിരുന്നു, വൈകുന്നേരത്തേക്കും അത് തന്നെ. കഷ്ടപ്പാട്. അത് എണ്ണ ഒഴിക്കാതെ ഉണ്ടാക്കിയ സാമ്പാറാണ്. ഇതിപ്പം ഒഴിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഒരു മുട്ട വേണ്ട എനിക്ക്, അവള് കഴിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആസ് യൂഷ്വൽ 3 മുട്ട കഴിക്കും. അതിനകത്ത് 2 എഗ് വൈറ്റും 1 എഗ് ഫുള്ളായിട്ട് കിട്ടും. സോ അതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ ആഹാരം. ഇതാണ് ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മുട്ട. 2 എഗ് വൈറ്റും 1 ഫുൾ എഗ് ഇട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ വരുന്നു, കണ്ടോളൂ. നല്ല അടുക്കളയുടെ കോലമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, എങ്ങനെ വേണം അടുക്കള ക്ലീൻ ചെയ്യണമെന്നുള്ള കുറച്ച് ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ തരും. ഞങ്ങളതെടുത്ത് ഞങ്ങളത് ശരിയാക്കിക്കൊള്ളാം. പോരെ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇതാണ് അവളുടെ ഇന്നത്തെ ആഹാരം. നിങ്ങൾക്കത് കാണാൻ പറ്റും. കൃത്യം 3 മുട്ടയുണ്ട്. അവിടെ തന്നെ പ്രോട്ടീനായി, കാർബ്, ദെൻ റിച്ച് ഇൻ ലൈക്ക് എന്താ പറയുന്നത്, ഫൈബറായിട്ടുള്ള സാധനങ്ങൾ, വെജിറ്റീസ് എല്ലാം ഉണ്ട്. സോ ഇതാണ് അവളുടെ ആഹാരം. സോ നിങ്ങളുടെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി ഒന്നുമല്ല. നിങ്ങളത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലിരിക്കും നിങ്ങളുടെ ശരീരഘടന മാറുന്നത്. അപ്പം ഇതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടെന്നാനും, എന്നാൽ ഓവറായിട്ട് ഇല്ലെന്നാനും. ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഡയറ്റുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്സ് വെച്ചിട്ടുള്ളൊരു കേക്ക്, ഓട്സ് ബനാന കേക്ക്. സോ ഇതാണ് നൈറ്റിലെ ചെറിയൊരു മിക്സ് സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുണ്ടാക്കിയിട്ട് ഒരു നല്ലൊരു കേക്കാണ്. അതൊരു എയർ ഫ്രയറിനകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഒരു വളരെ ലോ കാലറി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കേക്കുകൾ ഉണ്ടാക്കിയത് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സാധനമായിരുന്നു. പിന്നെ ഒരു വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും ഇടുന്നതായിരിക്കും. സോ അതൊക്കെ തന്നെ കാര്യങ്ങൾ. സോ സമയം രാത്രി ഏകദേശം 11:45 അല്ലേ. 2 ദോശ 1 മുട്ടക്കറി. ഞാനിവിടെ കപ്പ ബിരിയാണി.